അപ്പോൾ റൂമൊന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ പാൽ കവർ എടുക്കുക. അതിനകത്ത് നമുക്ക് വെള്ളം നിറച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് വെച്ച് ഐസാക്കി എടുക്കാം. അതേപോലെ തന്നെ ഐസ്ക്രീം പാട്ട, അതേപോലെ നമ്മൾ കിച്ചണിലെ ഡപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതേപോലെ വെള്ളം നിറച്ചിട്ട് ഐസാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ റൂമിൽ കിടക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് കൊണ്ട് വെച്ചതിന് ശേഷം നമ്മൾ ഫാനിട്ട് കൊടുക്കുക. എന്നിട്ട് റൂം അങ്ങ് അടയ്ക്കുക. അന്നേരം നമ്മൾ റൂമിലോട്ട് കയറുമ്പോഴത്തേനും നല്ലൊരു തണുപ്പായിരിക്കും. ആ റൂം ഫുള്ളായിട്ട് ഇതിൻ്റെ തണുപ്പ് നിന്നിട്ട് നല്ലൊരു തണുപ്പായിരിക്കും. കാരണം ആ ഫാനും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ AC-യുടെ ഒന്നും ആവശ്യമേ ഇല്ല. അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഈ ഒരു തണുപ്പ് മതി. അപ്പോൾ ഇത് നമ്മൾ ഫാനിൻ്റെ നേരെ കൊണ്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഈ പാത്രത്തിനകത്തൊക്കെ നമ്മൾ ഐസാക്കിയത് കൊണ്ട് പെട്ടെന്ന് അലിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതേപോലെ അടുക്കി വയ്ക്കുക. അപ്പം നമ്മൾ ഒറ്റയായിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് വെള്ളമായിട്ട് മാറും. അപ്പോൾ ഇതേപോലെ അടുക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഐസ് കട്ടയായിട്ട് തന്നെ കുറേ നേരം അതേപോലെ തന്നെ ഇരിക്കും. ഇപ്പോൾ പെട്ടെന്ന് വെള്ളമായിട്ട് പോകുന്നില്ല. അതുപോലെ നമ്മൾ ആ താഴത്ത് അതിൻ്റെ ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടവലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ടവലിട്ട് കൊടുക്കുമ്പോഴത്തേന് അടിഭാഗമൊന്നും നനഞ്ഞു പോകത്തില്ല. എന്നിട്ട് നമ്മൾ ഇതേപോലെ ആക്കി വെച്ചിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ റൂമാകെ നല്ലൊരു തണുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് AC ഇടാതെ തന്നെ, AC ഇല്ലാത്തവർക്ക് ഇത് ഉപയോഗമാകും. അതുപോലെ തന്നെ AC ഉള്ളവർക്ക് അതില്ലാതെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫാനും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ തണുക്കും കണ്ടോ. എന്നിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ റൂം ഫുള്ളായിട്ട് തണുപ്പ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം.